ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ഞണ്ട് നല്ല പോലെ വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വലിയൊരു സവാളയാണ്. മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ആണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 ഉണ്ട വെളുത്തുള്ളി നല്ല പോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയിൽ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്കോ ഹൈ ഫ്ലെയിമിലേക്കോ അപ്പോൾ നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഫ്ലെയിം മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുകയാണ്. പൊടികൾ മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മീഡിയം സൈസും വലിപ്പമുള്ള 3 തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ തക്കാളിയുടെ പച്ചമണക്കൊന്ന് മാറി വരണം. അത് നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഞണ്ട് 2 ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചതല്ലേ, അതിൻ്റെ ആ ഒരു തല വരുന്ന ഭാഗം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, കാല് വരുന്ന ഭാഗം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കാല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ തല പോർഷൻ വരുന്ന ഭാഗം കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞണ്ടിൽ ഏറ്റവും കൂടുതൽ മാംസമുള്ള ഭാഗമാണിത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ തലഭാഗത്ത് വരുന്ന ഒരു പോർഷനാണ് ഇതിൻ്റെ പൊന്നെന്ന് പറഞ്ഞിട്ടുള്ള സാധനം. പലരും ഇത് എടുക്കും, പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് അത് അലർജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. എൻ്റെ അഭിപ്രായ പ്രകാരം അത് കളയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ അതിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ഒരേപോലെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാനായി നോക്കാം. അങ്ങനെ വേവിക്കുമ്പോൾ ഞണ്ടിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ഊറി വരും കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തുറക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചാലും ഇടയിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല, വെറുതെ വീഡിയോ വലിച്ചേട്ടുണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഏകദേശം 1 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, തിളയ്ക്കണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ടിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്
ആവശ്യമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഞണ്ട് റോസ്റ്റിലേക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ് കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ഇത് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞണ്ട് റോസ്റ്റിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കാച്ചി വയ്ക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് 20ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നോക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ഞണ്ട് റോസ്റ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഞണ്ടിലൊക്കെ നല്ല പോലെ മസാല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഞണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാണ്. കണ്ടില്ലേ, നല്ല പോലെ മസാല ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ അങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിക്കൊക്കെ കണ്ടില്ല, നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.